സ്മാർട്ട് സിറ്റി പദ്ധതി ഏറ്റെടുക്കാനിരുന്ന സർക്കാർ നീക്കത്തിനെതിരെ ടീകോം. കേരള സർക്കാരുമായുള്ള തർക്കം അന്താരാഷ്ട്ര ആർബിട്രേഷന് വിടണമെന്നാണ് ടീകോമിന്റെ ആവശ്യം. സർക്കാർ നീക്കത്തിനെതിരെ ടീകോം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. ഇന്ത്യ UAE ഉഭയകക്ഷി കരാർ പ്രകാരം തർക്കപരിഹാരം വേണമെന്നും ടീകോം ആവശ്യപ്പെടുന്നു. വിജിൻ വായാന്തോട് ചേരുന്നു. വിജിൻ, വിവരങ്ങൾ. ധന്യ, സമയബന്ധിതമായി ഈ കരാർ പൂർത്തീകരിച്ചില്ല എന്ന് കാണിച്ചാണ് സർക്കാർ ടീകോവുമായുള്ള കരാറിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. ഇതിനുള്ള ഒരു നഷ്ടപരിഹാരത്തോടുകൂടി നൽകാൻ നിലവിൽ തീരുമാനിച്ചിരുന്നു സർക്കാർ. 90,000 തൊഴിലവസരം കൂടി സൃഷ്ടിക്കും എന്നുള്ള ഒരു കരാറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് പൂർത്തീകരിക്കാനും ടീകോമിന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ടീകോം ഒരു UAE ബേസ്ഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോകേണ്ടത് എന്ന് കാണിച്ചാണ് ഇപ്പോൾ ടീകോം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇന്ത്യ UAE ഉഭയകക്ഷി കരാർ പ്രകാരം തർക്കപരിഹാരം വേണം എന്നുള്ളതാണ് ടീകോമിന്റെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിനാണ് നിലവിൽ കത്ത് നൽകിയിരിക്കുന്നത്. ടീകോമിന്റെ ആവശ്യം തള്ളണമെന്ന നിലവിൽ കേരളവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 31-നകം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതി സർക്കാർ നൽകിയിട്ടുള്ള ശുപാർശ എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പദ്ധതിയുടെ പ്രതിസന്ധിക്ക് കാരണം ടീകോം അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു. തങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ടീകോം കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ ബോധിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പദ്ധതി പാളാൻ കാരണമെന്നും ടീകോം വ്യക്തമാക്കുന്നുണ്ട്. തൊഴിൽ വാഗ്ദാനം ഉൾപ്പെടെ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്നാണ് ടീകോം നിലവിൽ അറിയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാർ വലിയ തരത്തിൽ തൊഴിലവസരങ്ങളും ഒപ്പം തന്നെ വ്യവസായവും ഒക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമം, IT മേഖലയിലെ വ്യവസായങ്ങളും ഒക്കെ എത്തിക്കാൻ ഉള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കരാർ അത് പൂർണ്ണമായും റദ്ദാക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള തീരുമാനം പക്ഷേ ഇപ്പോൾ ടീകോം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചതോടുകൂടി അത് നടപ്പിലാക്കാൻ കഴിയാത്ത നിലയിലേക്ക് മാറിയിരിക്കുകയാണ് തന്നെ. ശരി വിജയ്.